ഉപതെരഞ്ഞെടുപ്പും ഈ സമരവും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. തീർച്ചയായും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും അതുപോലെ നീതി നിഷേധങ്ങളും പ്രകടമായ വിഭാഗീകരണ ചിന്തകൾ ഉണർത്താനുള്ള പരിശ്രമങ്ങളും ഒക്കെയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് വസ്തുതയാണ്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവം ഉണ്ടായതായി കരുതുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം ഇത് 1950 മുതൽ തുടങ്ങിയ വിഷയങ്ങളാണ്. 60കളിലെ പ്രശ്നങ്ങളുണ്ട്, 95ലെ ഭേദഗതിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഈ മുനമ്പൻ ജനതയുടെ വികാരങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ കേൾക്കാതെ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. അതായത് ഇവരുടെ നികുതി സ്വീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഈ മുനമ്പൻ ജനത ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതുവരെയും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച. എന്നാൽ അത് പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി തീർച്ചയായും ഈ ജനത അനുഭവിക്കുന്ന അന്യായത്തിന് പരിഹാരം കണ്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം.